ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ചവണ, കത്രിക, നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി. ഒന്നാം വർഗമല്ലേ, അപ്പോൾ ഏതാണ് ഉദാഹരണം? കത്രിക. അതിനെപ്പറ്റി നോക്കാം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആൽക്കമിഡീസ് ആണ്. ധാരം എന്ന സ്ഥിരബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. നമ്മൾ കൊടുക്കുന്ന ബലം യത്നം. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താവുന്ന ബലമാണ് രോധം, റെസിസ്റ്റൻസ്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താവുന്ന ബലമാണ് റെസിസ്റ്റൻസ്. ഒന്നാം വർഗ ഉത്തോലകം യത്നത്തിനും രോധത്തിനും ഇടയിലാണ് ധാരം വരുന്നത്. ഒന്നാം വർഗത്തിൽ യത്നത്തിനും രോധത്തിനും ഇടയിലാണ് ധാരം വരുന്നത്. ഉദാഹരണം കത്രികയും ത്രാസും. രണ്ടാം വർഗത്തിലാവുമ്പോഴോ ധാരത്തിനും യത്നത്തിനും ഇടയിലാണ് രോധം വരുന്നത്. ധാരം യത്നത്തിനും ഇടയിൽ രോധം വരും. ഉദാഹരണം പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി. മൂന്നാം വർഗ ഉത്തോലകത്തിലാണെങ്കിൽ രോധത്തിനും ധാരത്തിനും ഇടയിൽ യത്നം വരും. രോധം, ധാരം ഇതിനിടയിൽ യത്നം വരും. ഉദാഹരണം ചവണ, ചൂണ്ട.